ഓക്കെ, അപ്പോൾ ഇന്ന് എൽസെറ്റിൻ്റെ കൺസൈൻമെൻറ്റ് ഇടിച്ചു കയറി പോകണല്ലോ. എൻഫോഴ്സസിൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങിക്കാൻ വന്നവർ. അപ്പോൾ റിവേഴ്സൊക്കെ എടുത്ത് വന്നവരും തന്നെ എല്ലാം കൊണ്ട് റിവേഴ്സ് എടുത്തിട്ട് വരുന്നത്. ഓരോട് അങ്ങനെ പറഞ്ഞു കാണും ചിലപ്പോൾ അവിടുന്ന് കേട്ടാ റിവേഴ്സ് എടുത്ത് തരാൻ. ഫ്രീ കൺസൈൻമെന്റ് കേട്ടാ. ജയിച്ചു കഴിഞ്ഞാൽ ആ ഗണ്ണ് കിട്ടും, തോറ്റു കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ ഇനി ആർക്കെങ്കിലും കിട്ടാണ്ട കൺസൈൻമെന്റ് ഇനി ഇല്ല വേണം വേറെ ആർക്കും അവനെ. ട്രക്ക് എടുത്ത് പോർട്ടിന്റെ എൻഡിലോട്ട് കൊണ്ടുവെക്കാൻ പറഞ്ഞ ഒരു ബോട്ട് ഉണ്ട്. അവിടുന്ന് നിങ്ങളുടെ കൂടെയുള്ള രണ്ടുപേരുടെ കൂടെ ചെല്ലാൻ പറ. ലോഡ് ചെയ്യാൻ പറ ട്രക്കിലോട്ട്. എടാ ആ ട്രക്ക് എടുത്ത് ആ എൻ പോയിന്റ് കൊണ്ടുപോയ അവിടെ ഒരു ബോട്ട് ഉണ്ട്, അവിടെ ഗൺസിന് ലോഡ് ചെയ്തു. ഇവിടെ ഉണ്ടൊരു ബോട്ട്, ഇതിന്ന് എടുത്തു വെക്കണം. പറഞ്ഞോ ഹലോ, ഈ ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന കൊണ്ട് കൊടുക്കേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ലാബാണ്. ഓക്കെ, ഹ്യൂമൻ ലാബാണ് നിങ്ങൾ ട്രക്ക് കൊണ്ട് എത്തിക്കേണ്ടത്. സോ ബാക്കി റെസ്റ്റ് 10 ഗൺസ് നിങ്ങൾ അവിടെ ഏൽപ്പിക്കുക. ആൻഡ് 10 AKM നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം പോകേണ്ട റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 10089 മുകളിൽ ഒരു ബ്രിഡ്ജ് പാസ്സാവുന്ന അറിയാം. ഇപ്പം ഇതിന്റെ തൊട്ട് മണ്ടേ കൂടെ ഒരു ബ്രിഡ്ജ് പാസ്സാവുന്ന അറിയാലോ, ഒരു യെല്ലോ ലൈനായിട്ട്. ആ റൂട്ട് കയറിയിട്ട് നിങ്ങൾ നേരെ കാസിനോ റൂട്ട് കയറണം. ഓക്കെ, കാസിനോ ഡയറക്റ്റ് ഹ്യൂമൻ ലാബ് മെയിൻ ഹൈവേ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ട്രക്കിന്റെ സ്പീഡ് ലിമിറ്റ് 40 ആയിരിക്കണം. ഓക്കെ ഓക്കെ നിങ്ങൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഓക്കെ ഓക്കെ, സോ ഇതാണ് ട്രക്ക്. വൺസ് ലോഡായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിപ്പാർച്ചർ ചെയ്യാം. ഓക്കെ, നമ്മുടെ വണ്ടി കോമൺ ആക്കാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അതെടുക്കാൻ പോയപ്പോ. ഓക്കെ, റൂട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, റൂട്ട് എന്ന് പറയുമ്പോ നമുക്ക് ഈ വഴി കേറാൻ പറ്റൂല. ആ ഒരു റൂട്ടിലോട്ട് നമുക്ക് കയോട റൂട്ടല്ലേ നിങ്ങൾ പറയണത്? ആ യെല്ലോ വഴി എങ്ങനെ വേണേലും കേറാമല്ലോ, ഇഷ്യൂസ് ഇല്ലല്ലോ. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇപ്പൊ അടുത്തുള്ള ഇത് വിചാരിച്ച 1008 ആയിരിക്കും അടുത്തുള്ള എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ആ ഒരു എൻട്രി കൂടെ കയറാം, ആ ഹൈവേ കയറാം. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ റെഡി ആയിക്കോ. ഓക്കെ 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 ഓക്കെ. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ കപ്പലിൽ നിന്ന് ഗണ്ണെടുത്ത് AKM 25 20 അങ്ങനെ എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ അതിന് 10 അവർക്ക് എടുക്കാം. എടുത്തിട്ട് ഇപ്പോൾ ഈ ട്രക്കിലോട്ട് ലോഡ് ചെയ്യണം. എന്നിട്ട് അവർ പോകേണ്ട റൂട്ട് എന്ന് പറയുമ്പോൾ ഈ യെല്ലോ ലൈൻ കയറി ഇങ്ങനെ പോയി ഇവിടുന്ന് കെസിനോയിലോട്ട് കയറി ഇങ്ങനെ പോയി പിന്നെ ഹ്യൂമൻ ലാബ്സിൽ എത്തിക്കണം. ഹ്യൂമൻ ലാബ്സിൽ ഓൾറെഡി എൻഫോഴ്സസ് കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു വരണേ നോക്കി കഴിഞ്ഞാൽ. വൺസ് അവരവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പീഡിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലീവ് ചെയ്യണം. അതിൻ്റെ മുമ്പ് പീഡി അടിച്ച് ട്രക്ക് എടുക്കുകയാണെങ്കിൽ ഇവർ തോറ്റ്, ഇവർക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവർ പിറങ്ങ് ഓടുന്നു. പീഡി അവിടെ ഓൾറെഡി കാത്തു നിൽക്കുന്നുണ്ട് വഴിയിൽ, ഫോൺ വഴിക്ക് അടിയാവും. പിന്നെ പിന്നത്തെ
മാമ വേറെ എന്താ ഡൗട്ട്? ഓക്കെ ഓക്കെ. വേറെ അങ്ങനെ ഡൗട്ട് ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഫൈറ്റ് എടുക്കണം നമ്മള്, ഇല്ലെങ്കിൽ പീടി കാണാണ്ട് വന്നാലും ഇഷ്യൂസ് ഇല്ലല്ലോ. ഫയർ ഡിസൈൻ ബ്രോ, എങ്ങനെയാണ് അത്? വെൽക്കം ടു സ്ട്രീം നിങ്ങളുടെ ഡോക്ടർ. ആ ബട്ട് ട്രക്ക് സ്പീഡ് ലിമിറ്റ് 40 ആയിരിക്കണം. ഓക്കെ, ആ അതിൽ കൂടാൻ ഓക്കെ. പാടില്ല. ഓക്കെ ഓക്കെ. ഓക്കെ. വേറെ എടാ ട്രക്കിന്റെ സ്പീഡ് ലിമിറ്റ് 40. അപ്പോൾ അടി തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ, ഗണ്ണ് കളക്ട് ചെയ്തിട്ടപ്പോൾ ഹെഡ്സെറ്റ് ഇറങ്ങുന്നുണ്ട്. ഹെഡ്സെറ്റ് 14 പേരേ ഉള്ളൂ, പക്ഷെ അവിടെ അടിക്കാൻ നിൽക്കുന്ന പേടി 20 ആൾക്കാരുണ്ട്. കൺസ്യൂമെൻറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇനി ഒരു കെസിനോ കടന്നു കഴിഞ്ഞാൽ പീടി ഇടപെടും, പിന്നെ അങ്ങോട്ട് അടിയാവും. അവിടെ വേറെ സിറ്റുവേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രക്ക് ഇവിടെ പോകുന്നുണ്ട്. ട്രക്കിന് ടയർ ഒട്ടിക്കാൻ നോക്കും. ട്രക്കിന് കവർ ചെയ്യാനൊരു വണ്ടിയില്ലേ? അടിയായി. സ്റ്റാൻലിക്കോ ഡൗൺ. പീടി ഇതവിടെ വളഞ്ഞിരിക്കുന്നു. ഡ്രൈവർ വീഴുമല്ലോ അങ്ങനെയാണെങ്കിൽ. ഹെൽസെറ്റ് ഇറങ്ങി ഇവിടെ വണ്ടി കുത്തിച്ച്. ആരും വീഴുന്നില്ല. ചെറുക്കൽ കാളിദാസൻ ആറ്റോമിക്കിനെ അടിച്ചു. ഹെൽസെറ്റ് വളഞ്ഞവരെ ഇവിടെ ഇറങ്ങിയവരെ വീട്ടുകാർ വണ്ടി എടുത്ത് ഓടുന്നു. അവിടെ ഇട്ടിട്ട് പോയതടാ, മോശം മോശം. രാജു സ്വന്തം ടീമിനടിക്കുന്നത്. വണ്ടിയൊക്കെ പൊട്ടിയൊക്കെ തെറിക്കുന്നു ഇവിടെ. തല ഡൗൺ. സുനിൽകുമാറിന് കിഫോ അടിച്ചിട്ട്, അല്ല റോക്കിലാണ് അടിച്ചിട്ട്. 1v1. ഓക്കെ, ഡൗൺ ആക്കി. അഡോണി ഡൗൺ. ഡാൻ്റെ അവിടെ കിഫോനെ പുഷ് ചെയ്ത് ഇവിടെ ഡാൻ്റെ. ഇപ്പം ആരെ കാണിഞ്ഞ ഇവിടെ ആരും വിളിച്ചിരുന്ന് അടിക്കുന്നത്. പോസ്റ്റിൻ്റെ ഹക്കിന്ന് അടിക്കുന്നതാടാ. പെട്ട് കിഫോ പെട്ട്. കിഫോ ഒരു പിക്കെടുത്ത്. തുരുമ്പ് അവിടെ. ഓക്കെ, രണ്ടാൾക്കാർ ഒരുമിച്ചടിക്കുന്നു. ഓക്കെ, രാഹുൽ ഡൗൺ. അവൻ്റെ പിന്നാലെ ഇവിടുന്ന്. അവൻ്റെ എത്ര നേരം എന്നറിയാം അവിടെ സർവൈവ് ചെയ്യുന്നത്. എടേ രോഹൻ ഭയ്യാ, രോഹൻ അടിച്ചു റോക്ലിനെ. വയലറ്റ് റോക്ലിയായിരുന്നല്ലേ. ഡൻ്റെ വണ്ണച്ചിപ്പി ഹെൽത്ത് അടിച്ച്. അടിച്ചടിച്ച് അടിച്ചു. അല്ല ട്രക്ക് എന്തിയേ? ട്രക്കും കൊണ്ടൊക്കെ ആരോ പോയെന്നാണ്. ഒരുമ്പ് ഡൗൺ. ട്രക്കാറിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. സ്പീഡിൽ ഈ ട്രക്ക് കൊണ്ടോണ്.
ഇവരെങ്ങോട്ട് കൊണ്ടുപോവാണ്? ഇത് പോട്ട്സാൻ കൂടെ ഒക്കെ അല്ലല്ല. പീടി ഇതെങ്ങോട്ടാ കൊണ്ടുപോവാ? ആണോ? ഓ മറ്റേ ബ്രിഡ്ജ് വഴി കൊണ്ടുപോകാനല്ലേ? എടാ ഡൗണാക്കി. ഇവിടെ അടുത്ത വണ്ടി വന്ന് അടിച്ചിട്ട് അടിച്ചിട്ട് വർക്കായിരുന്നു. നൈറ്റ് ആണ് വീട്ടിൽ കുറച്ച് നേരം കിടക്കുന്ന പ്രശ്നമാണ്. സെറ്റായ എന്നിട്ട് ഒക്കെയല്ലേ പറയേ? അയ്യോ ആ ഇതൊക്കെ കൊണ്ട് വെള്ളത്തിൽ തള്ളിയാ പോരായിരുന്നു. അല്ല വണ്ടി പിടിച്ചെടുക്കല്ലേ ചെയ്യാ. സ്പാമിങ് ആണല്ലോ ഹെൽപ്പ്. വീണ്ടും ഡിസ്ട്രോയ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടാ. എടാ പിടി വണ്ടി ഇവിടെ മറിഞ്ഞി. കഴിഞ്ഞൊക്കെ വരുന്നു. ഓടിച്ചിട്ട് ഇപ്പോൾ ഡൗൺ. നമ്മള് കണ്ട് തരണം. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിക്കുന്നുണ്ട്, ഓർമ്മയുണ്ട്. കോട്സിക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ഹെലിയും കോട്സിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. ഹെലി നിലത്തിറങ്ങുവാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഹെലി നിലത്തിറക്കി. ഹെലിയാ കൊണ്ടുപോകണം. ഓ ട്രക്ക് എടുത്തില്ലല്ലേ? ഇറങ്ങിയടിക്കാൻ പോണ്. പോണ് UV3. എടാ കോട്സിക്കിന് ഇട്ടിട്ട് പോയടാ കാർലോസ്. ഇവിടെ വീണ് കത്താ. ആ ചത്ത്. UV2 ആണ് മറ്റാണ്. എടാ രണ്ട് സൈഡില്ല. ഇവിടെ ഉണ്ടായിരുന്ന പുള്ളി എന്ത് ചെയ്യും? പുള്ളി ഇട്ടിട്ട് പോയി. ഒരു പിക്ക് എടുക്കാൻ പറ്റി. എടാ എടുത്ത് എടാ നൈസ്. 1v അല്ല 2v1 ആടാ അവന്. ഇനിയിപ്പോ 1v1. ഒരാള് പീഡിലൊരാള് അടിക്കുവോ? രോഹൻ കവറുണ്ട്. കവറില്ല. ഞാൻ കയറിയിരുന്ന എടാ എന്താ പറ്റി? എന്തേ എന്താ കാണിക്കുന്നു? എന്നെ അടിച്ചവൻ അവൻ എന്താ കാണിച്ച്? 5-6 ഇടി അവസാനം ഒരു വെടി വെച്ചിട്ട് അതെന്തും വാങ്ങത്.
തിരിഞ്ഞോടിയപ്പോ ഒറ്റയടി. ഞാൻ നോക്കണേ ഇവ എന്തോ ബഗായാ വീണ്ടും പെട്ടെന്ന് ചെയ്യാ. അത് 1v1 ഉള്ളപ്പോഴൊക്കെ ഈ പരിപാടി കാണിച്ചില്ല. എന്ത് കണ്ട് വാവ് ആയിട്ടുണ്ട്. ഞാൻ എന്നെ എത്ര സാറിന് തേങ്ങ പോലീസുകാരനെ ജാക്ക് കാർലോസ് ആയിരുന്നല്ലേ അത്? ആണാ അവനെന്താ അവനടിച്ചൂല, അവൻ ഈസിയായിട്ട് അടിച്ചിടുന്നല്ല. അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാ? ഇടിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇടിക്കുമ്പോ ശരിക്കും അവർക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലേ? കൈയിട്ട് അടിക്കുന്നോണ്ട് എന്താ? ഈസി ആയിരുന്നു. അടിച്ചടാ ഈസി ആയിരുന്നു. ഓക്കെ എന്തായാലും എൽസെറ്റ് ഇതെടുത്തു. പക്ഷെ പീടി കൗണ്ട് അത്യാവശ്യം കേട്ടോ. എൽസെറ്റ് കൗണ്ട് കുറവായിരുന്നു. എന്തൊരു അത് റീലോഡ് സ്കിന്നിൽ കൂൾ ഡൗൺ ഉണ്ടല്ലോ. സോ റീലോഡ് സ്കിൻ അടിക്കാൻ കൂൾ ഡൗൺ ടൈം അടിച്ചടിച്ചിട്ട് ഇങ്കാക്കിട്ട് വെടിച്ചിട്ട്. ഹലോ ഓ അതാ വലിയ അവരെല്ലാരും ഓൾ ഡൗൺ ആണോ? അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റുമോ? ലൈക്ക് എന്ത് ചോദിക്കണോ? അതിനേക്കണേ എന്തായാലും കൊള്ളായിരുന്നു. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ ഞാൻ 2-3 വർഷം പറഞ്ഞെന്നുണ്ട് അവിടെ. 3ഒന്നുമില്ല. മാഡം ഹലോ എൽസി കൺഗ്രാജുലേഷൻസ്. മനസ്സിലായി. ഓക്കെ പക്ഷെ അവൻ വേറെന്തോ കാര്യത്തിന് അടിച്ചത്. അവന് ഗണ്ണെടുത്തിട്ട് വെടിയൊക്കെ നോക്കിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ അതില് പ്രശ്നം. ഹാഫ് ഓഫ് ദ എമൗണ്ട് നമ്മള് എടുക്കുകയാണ്. അത് പറഞ്ഞ ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഗണ്ണ് നിങ്ങൾ 10 ഗണ്ണ്. ഓക്കെ അപ്പം ട്രക്കിലല്ലേ? കൊറേ പ്രാവശ്യം അടിച്ച്. എന്റെ കൂടെ ഉള്ളവരൊന്നും വരുന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ലൈവ് ഉള്ളു. അപ്പം അല്ല ഈ ട്രക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക്? നിങ്ങളുടെ ഗണ്ണെടുത്തിട്ട് ഒരു സെക്കൻഡേ. നിങ്ങളുടെ കയ്യിൽ 10 ഗണ്ണ് ആ ഒരു ഹെലിയിലോട്ട് മൂവ് ചെയ്തിട്ട്. ഓക്കെ അപ്പൊ അതെന്തായാലും 10 ഗണ്ണപ്പൊ എൽസിന് കിട്ടും. അല്ല അവിടെ ഹെലിക്കാത്ത തന്നെ ഒത്തിരിക്കുന്ന മനസ്സിലായി. എൽസെറ്റ് എടുത്ത്